വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ആദ്യം നമ്മൾ ചോറ് കൂട്ടി കഴിക്കുന്ന പരിപ്പ് കറി കട്ടിപ്പരിപ്പിൻ്റെ റെസിപ്പി കാണാം. ഇതിനു മുന്നേ നമ്മൾ തൊലിയോട് കൂടിയുള്ള ചെറുപയറില്ലേ പച്ച കളറിലെ, അതുകൊണ്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന പരിപ്പ് കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള കട്ടിപ്പരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൻ്റെ അളവിനാണ് നമ്മളിനി തേങ്ങയും എടുക്കുന്നത്. ചെറുപയർ പരിപ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ സ്പ്ലിറ്റായിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കവറിൽ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കുക്കറിൽ തന്നെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. നല്ലൊരു മണം വരും, കളറൊക്കെ മാറിയിട്ട്. അതുവരെ നമുക്കിത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കളറൊക്കെ മാറി നല്ലൊരു മണം വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് കഴുകി കൊണ്ടുവരാം. ഒരു 2-3 വെള്ളത്തിൽ നമ്മളിത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 കപ്പ് വെള്ളമാണ് നമ്മൾ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ചെറിയ പിടി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നമുക്ക് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 3 വിസിലിനാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റായി കിട്ടണം വെന്ത്, അതുവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ഇതിവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത അതേ കപ്പിന് അതേ അളവിന് 1/4 കപ്പ് അളവിന് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം, 3 ചെറിയ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന കണക്ക് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. സ്പൂണ് കൊണ്ട് തന്നെ ഉടച്ചാൽ നല്ല ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ആ പരുവത്തിന് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. 3 എരിയുള്ള പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 2.5-3 കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പരിപ്പ് ഇരിക്കും തോറും ഇങ്ങനെ കട്ടിയാവുന്നൊരു കറിയാണ് തണുത്തേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ ലൂസാക്കി വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ചേർത്ത് ഈ ഒരു പരുവത്തിന് നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ഇതൊന്നിരുന്ന് തിളക്കട്ടെ. പച്ചമുളകിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വേണം നമ്മളിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കുക. ഇത് തിളയ്ക്കാൻ പാടില്ല. നല്ലൊരു ചൂടായി വരണം. ഇങ്ങനെയൊന്ന് പതച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങും. നമ്മൾ പുളിശ്ശേരിക്ക് ചെയ്യുന്ന കണക്ക് ആ ഒരു പരുവാകുമ്പോൾ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട്. പരിപ്പ് അങ്ങനെ ഒരുപാടിട്ട് തിളപ്പിക്കാറൊന്നുമില്ല. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് നല്ല ചൂടായി നല്ല ആവിയൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് പതച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും കറക്റ്റ് ആ ഒരു സദ്യ പരിപ്പുകളുടെ ടേസ്റ്റ് കിട്ടില്ല. അതിനായിട്ട് നമുക്കിതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ പരിപ്പ് കറിയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിന് ലൂസായിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. കാരണം ഇത് തണുക്കുമ്പം ഇനിയും നല്ല കട്ടിയായി വരും. അപ്പോൾ ഇതിലും കട്ടിയായിട്ട് നമ്മൾ തയ്യാറാക്കരുത്. സദ്യയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ കടുക് വറുത്ത് താളിക്കില്ല. ഇതുപോലെ പച്ച വെളിച്ചെണ്ണയും നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സദ്യ റെസിപ്പീസ് ഇതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ല വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി വിഷു, ബൈ.